ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിലുള്ള തേങ്ങ ചിരകിയത്. ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയുള്ളിയും സവാളയും തേങ്ങയൊക്കെ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പം പാവയ്ക്കയ്ക്ക് അത്രയും കയ്പറിയത്തില്ലേ. ഇതിനാവശ്യത്തിലുള്ള പച്ചമുളകും കറിവേപ്പിലയുമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചെറിയുള്ളി ഇട്ട് കൊടുക്കാമേ. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ സവാള അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും കറിവേപ്പിലയും. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുവാണ്. പാവയ്ക്ക തോരൻ വെക്കുമ്പോൾ അതിൽ സവാളയും ചെറിയുള്ളിയും തേങ്ങയൊക്കെ കുറച്ച് പാവയ്ക്കയെക്കാട്ടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കയ്പ് അറിയത്തില്ല. ഇനി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ മഞ്ഞൾ പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ പാവയ്ക്ക അടിക്ക് പിടിക്കാനിടയുണ്ട്. അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. തോരൻ ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.